ജീവിതത്തിന്റെ ഏറ്റവും വലിയ സത്യം എന്താണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ മുന്നിലുള്ള ഈ ഒരൊറ്റ നിമിഷം മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്കുള്ളത്. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, നമ്മളിൽ ഭൂരിഭാഗം പേരും ഒന്നുകിൽ കഴിഞ്ഞുപോയ കാലത്തിന്റെ കൈപ്പേറിയ ഓർമ്മകളിൽ തളച്ചിടപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വരാനിരിക്കുന്ന നാളെയെക്കുറിച്ചുള്ള വെറുതെയുള്ള ആകുലതകളിൽ പെട്ടുപോയവരാണ്. പണ്ടെപ്പോഴോ ഹൃദയത്തിലേറ്റ മുറിവുകളെ ചൊല്ലി നമ്മൾ ഇന്നും സങ്കടപ്പെടുന്നു. അതല്ലെങ്കിൽ നാളെ നേരിടേണ്ടി വന്നേക്കാവുന്ന പ്രതിസന്ധികളെക്കുറിച്ചോർത്ത് ഇന്നേ തലപുകയ്ക്കുന്നു. എന്നാൽ ശാന്തമായി ഒന്ന് ആലോചിച്ചു നോക്കൂ, കടന്നുപോയ ആ കാലം ഇനി ഒരിക്കലും തിരികെ വരാൻ പോകുന്നില്ല. വരാനിരിക്കുന്ന നാളെയാകട്ടെ ഇനിയും ജനിച്ചിട്ടുമില്ല. അപ്പോൾ പിന്നെ നമ്മുടെ കൈമുതലായി തികച്ചും സ്വന്തമായി ഇപ്പോഴുള്ളത് ഈ ഒരു വർത്തമാന നിമിഷം മാത്രമല്ലേ? ഈ നിമിഷത്തെ അതിന്റെ പൂർണ്ണതയിൽ നിറഞ്ഞ മനസ്സോടെ അനുഭവിച്ചു തീർക്കാൻ നമ്മൾ പഠിച്ചാൽ തീർച്ചയായും നമ്മുടെ ജീവിതം തന്നെ ഒരു വലിയ ആഘോഷമായി മാറും. ഓരോ ദിവസവും രാവിലെ നമ്മൾ കണ്ണു തുറക്കുമ്പോൾ തികച്ചും പുതിയൊരു പുലരിയാണ് നമുക്ക് മുന്നിൽ തെളിയുന്നത്. ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന മനോഹരമായ നിറങ്ങൾ ചാലിച്ചെടുക്കാൻ പാകത്തിൽ പ്രകൃതി നമുക്ക് നീട്ടിത്തരുന്ന ഒരു വെളുത്ത ക്യാൻവാസ് പോലെയാണത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? ആ പുത്തൻ ക്യാൻവാസിലേക്ക് ഇന്നലത്തെ പരാജയങ്ങളുടെ പൊടിപടലങ്ങളും നാളത്തെ ആശങ്കകളുടെ കറുത്ത വരകളും വീണ്ടും വീണ്ടും കോറിയിടുന്നു. അതുകൊണ്ടാണ് ലഭിക്കുന്ന ഓരോ പുതിയ ദിവസവും നമുക്കൊരു വലിയ ഭാരമായി, മനസ്സമാധാനം കെടുത്തുന്ന ഒന്നായി അനുഭവപ്പെടുന്നത്. ഓർക്കുക, ഈ നിമിഷത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോഴാണ് ജീവിതം അതിന്റെ യഥാർത്ഥ ഭംഗിയോടെ പ്രകാശിക്കാൻ തുടങ്ങുന്നത്. ജീവിതത്തിന്റെ നെട്ടോട്ടങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്കും ഇങ്ങനെയൊരു അനുഭവമുണ്ടായിട്ടുണ്ടോ? ഒന്നിനും ഒരു സമാധാനവുമില്ലാതെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കുന്ന ഒരവസ്ഥ. ഒരിക്കൽ ഒരു നഗരത്തിലെ വലിയൊരു വ്യാപാരി ഇതേ മടുപ്പും മാനസിക സമ്മർദ്ദവുമായി ശാന്തനായ ഒരു ബുദ്ധഭിക്ഷുവിന്റെ അരികിലെത്തി. തന്റെ മനസ്സ് തുറന്നുകൊണ്ട് ആ വ്യാപാരി പറഞ്ഞു, മഹാത്മൻ, ഞാൻ വലിയൊരു ബിസിനസ്സുകാരനാണ്. പുലർച്ചെ മുതൽ രാത്രി വരെ ആ തിരക്കുകളിൽ തന്നെയാണ് എന്റെ ജീവിതം. എനിക്കായി മാറ്റിവെക്കാൻ ഒരൊറ്റ നിമിഷം പോലും എനിക്ക് കിട്ടാറില്ല. ഈ ഭ്രാന്തമായ തിരക്കും വിശ്രമമില്ലാത്ത ജോലിയും കാരണം ഇപ്പോൾ എന്റെ മനസ്സിന്റെ നിയന്ത്രണം എനിക്ക് നഷ്ടപ്പെടുന്നതുപോലെ തോന്നുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി എനിക്കൊരു കാര്യത്തിലും പൂർണ്ണമായി ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഒന്നിനും ഒരു താൽപ്പര്യവുമില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ നാളേക്ക് മാറ്റിവെക്കുന്നൊരു മോശം ശീലം എന്നെ പതുക്കെ വിഴുങ്ങുകയാണ്. മുൻപില്ലാത്ത വിധം വലിയൊരു മടിയനും നിസ്സാര കാര്യങ്ങൾക്കു പോലും പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവക്കാരനുമായി ഞാൻ മാറിയിരിക്കുന്നു. മനസ്സിലെപ്പോഴും എന്തോ ഒരു ഭാരമാണ്, ഒരു തരത്തിലുള്ള അസ്വസ്ഥത. ദിവസം മുഴുവൻ ചിന്തകൾ കാടുകയറി അലഞ്ഞുതിരിയുന്ന ഈ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മോചനം വേണം. പഴയതുപോലെ ഉന്മേഷത്തോടെ എന്റെ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എന്നെ സഹായിക്കുന്ന എന്തെങ്കിലും ഒരു വഴി അങ്ങ് എനിക്ക് പറഞ്ഞുതരുമോ? ആ വ്യാപാരിയുടെ വാക്കുകൾ ഒട്ടും അക്ഷമനാകാതെ അതീവ ശാന്തതയോടെയാണ് ആ സന്യാസി കേട്ടിരുന്നത്. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ വ്യാപാരിയുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പ്രിയ സുഹൃത്തേ, നിന്റെ യഥാർത്ഥ പ്രശ്നം നീ വിചാരിക്കുന്നതുപോലെ ജോലിയുടെ അമിതഭാരമോ അതിന്റെ തിരക്കുകളോ അല്ല. മറിച്ച് നീ ചെയ്യുന്ന ജോലിയെ മനസ്സിൽ ഒരു വലിയ ഭാരമായി നീ തന്നെ കാണുന്നതാണ് നിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം. ഒരു മനുഷ്യൻ താൻ ചെയ്യുന്ന ജോലിയെ എപ്പോഴാണ് വെറുക്കാനും അതൊരു ബാധ്യതയായി കാണാനും തുടങ്ങുന്നത് എന്നറിയാമോ? നിലവിൽ തന്റെ മുന്നിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിനു പകരം അതിന്റെ ഭാവിയെക്കുറിച്ച് മാത്രം അനാവശ്യമായി ആകുലപ്പെട്ട് മനസ്സിൽ വലിയ കോട്ടകൾ കെട്ടാൻ തുടങ്ങുമ്പോഴാണത് സംഭവിക്കുന്നത്. ഭാവിയിൽ ഞാനത് അങ്ങനെ ചെയ്യും, ഇത്രയും വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കും എന്നൊക്കെ വെറുതെ ചിന്തിച്ചുകൂട്ടി സമയം കളയും. എന്നാൽ അതിനായി ഇപ്പോൾ ഈ നിമിഷത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയുമില്ല. ഇങ്ങനെ പ്രായോഗികമല്ലാത്ത ചിന്തകൾ മാത്രം മനസ്സിൽ കൂടുമ്പോൾ സ്വാഭാവികമായും മനുഷ്യൻ കടുത്ത സമ്മർദ്ദത്തിലാകും. പതുക്കെ പതുക്കെ ആ ജോലി അവന് താങ്ങാൻ കഴിയാത്ത ഒരു വലിയ ബാധ്യതയായി മാറുകയും ചെയ്യും. ആ വാക്കുകൾ കേട്ടപ്പോൾ ആ വ്യാപാരിക്ക് തന്റെ തെറ്റ് പൂർണ്ണമായും മനസ്സിലായി. അദ്ദേഹം വളരെ വിനയത്തോടെ പറഞ്ഞു, അങ്ങ് പറഞ്ഞത് എത്രയോ സത്യമാണ് മഹാത്മൻ. കഴിഞ്ഞ കുറേ മാസങ്ങളായി എന്റെ മനസ്സിന്റെ അവസ്ഥ ഇതാണ്. ഇന്ന് എന്റെ മുന്നിലുള്ള ബിസിനസ് നന്നായി കൊണ്ടുപോകുന്നതിനു പകരം വരാനിരിക്കുന്ന നാളുകളെക്കുറിച്ചോർത്താണ് ഞാൻ വെറുതെ ആകുലപ്പെടുന്നത്. ഭാവിയിൽ എന്റെ കച്ചവടമില്ലാതായി പോകുമോ, മറ്റാരെങ്കിലും എന്റെ ഈ മേഖല പിടിച്ചെടുക്കുമോ എന്നൊക്കെയുള്ള വെറും നെഗറ്റീവ് ചിന്തകളാണ് എപ്പോഴും എന്റെ മനസ്സ് നിറയെ. അതുകൊണ്ടുതന്നെ നിലവിൽ ചെയ്യേണ്ട കാര്യങ്ങളിൽ പോലും എനിക്ക് ഒട്ടും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. വ്യാപാരിയുടെ ഈ സങ്കടം കേട്ടപ്പോൾ ആ ബുദ്ധഭിക്ഷുവിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അദ്ദേഹം ശാന്തമായി പറഞ്ഞു, നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മൾ വലുതാക്കി കാണിക്കുന്ന അത്രയൊന്നും വലിയ പ്രതിസന്ധികളൊന്നും യഥാർത്ഥ ജീവിതത്തിൽ ഉണ്ടാകാറില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് നീ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിന്റെ ഇന്നത്തെ ദിവസത്തിൽ ഈ നിമിഷത്തിൽ മാത്രം പൂർണ്ണമായി ശ്രദ്ധിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തനിയെ വഴിക്ക് വന്നുകൊള്ളൂ. പക്ഷേ തന്റെ മനസ്സിലെ ആ വലിയ നിസ്സഹായാവസ്ഥ വ്യാപാരി വീണ്ടും അദ്ദേഹത്തിനു മുന്നിൽ തുറന്നു പറഞ്ഞു, ഗുരുവേ, എനിക്ക് ചെയ്യാൻ കഴിയാത്തതും അതുതന്നെയാണ്. ഇന്നത്തെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. പക്ഷേ എന്റെ മനസ്സ് വീണ്ടും വീണ്ടും എന്റെ നിയന്ത്രണം വിട്ടുപോവുകയാണ്. ഒന്നുകിൽ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച തെറ്റുകളെ ഓർത്ത് ഞാൻ സങ്കടപ്പെടും, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചോർത്ത് അനാവശ്യമായി വ്യാകുലപ്പെടാൻ തുടങ്ങും.
നിമിഷനേരം കൊണ്ട് എന്റെ മനസ്സിന്റെ സമാധാനമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഈ വർത്തമാനകാലത്തിൽ മാത്രം ജീവിക്കാൻ എന്നെ സഹായിക്കുന്ന ലളിതമായ ചില വഴികൾ അങ്ങെനിക്ക് പറഞ്ഞു തരുമോ? വലിയ രീതിയിലുള്ള ധ്യാനമുറകളോ കഠിനമായ ആത്മീയ സാധനകളോ ഒന്നും ദീർഘനേരം ചെയ്യാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. എന്നെപ്പോലെയുള്ളൊരു സാധാരണക്കാരന് നിത്യജീവിതത്തിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല വഴികൾ പറഞ്ഞു തന്നാൽ അത് എനിക്ക് വലിയൊരു ഉപകാരമായിരിക്കും. ആ വ്യാപാരിയുടെ മനസ്സിലെ കനലുകൾ തിരിച്ചറിഞ്ഞ സന്യാസി വശ്യമായ ഒരു പുഞ്ചിരിയോടെ മറുപടി നൽകി. ജീവിതത്തിന്റെ നെട്ടോട്ടങ്ങൾക്കിടയിലും വളരെ ലളിതമായി ആർക്കും ശീലിക്കാൻ കഴിയുന്ന 10 വഴികൾ അദ്ദേഹം ഉപദേശിക്കാൻ തുടങ്ങി. ഒറ്റനോട്ടത്തിൽ ഇവ വളരെ നിസ്സാരമായി തോന്നാമെങ്കിലും പൂർണ്ണമായ മനസ്സർപ്പണത്തോടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ വലിയ അത്ഭുതങ്ങൾ അനുഭവിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. വർത്തമാന നിമിഷത്തിന്റെ മനോഹാരിതയിലേക്ക് മനസ്സിനെ കൂട്ടിക്കൊണ്ടുവരാനും ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ശ്രദ്ധ ചെലുത്താനും ഈ വഴികൾ സഹായിക്കും. തന്റെ ഉള്ളിലെ അശാന്തിക്കൊടുവിൽ ഒരു പരിഹാരം ലഭിക്കാൻ പോകുന്നു എന്ന പ്രതീക്ഷയിൽ വ്യാപാരി ഏറെ ആവേശഭരിതനായി. ആ 10 കാര്യങ്ങളും പൂർണ്ണമനസ്സോടെ ജീവിതത്തിൽ പകർത്താൻ താൻ തയ്യാറാണെന്ന് അദ്ദേഹം ഗുരുവിനെ അറിയിച്ചു. ആത്മീയമായ ആ വലിയ രഹസ്യങ്ങൾ ബുദ്ധഭിക്ഷു ഓരോന്നായി പങ്കുവയ്ക്കാൻ തുടങ്ങി. അതിൽ ഒന്നാമത്തെ വഴി നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ പൂർണ്ണമായ ആദരവോടെയും ശ്രദ്ധയോടെയും സമീപിക്കുക എന്നതാണ്. ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം മനുഷ്യരും ആഹാരം കഴിക്കുമ്പോൾ ശരീരത്തിൽ കൊണ്ട് മാത്രം അവിടെ ഇരിക്കുകയും മനസ്സ് മറ്റെവിടെയോ അലയാൻ വിടുകയുമാണ് ചെയ്യാറ്. ഒന്നെങ്കിൽ ആരുമായെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ചിന്തകളിൽ മുഴുകിയിരിക്കും, അതുമല്ലെങ്കിൽ ഏതെങ്കിലും യന്ത്രസാമഗ്രികളിലേക്ക് കണ്ണും നട്ടിരിക്കുകയാവും. അതുകൊണ്ടുതന്നെ അമൃതുപോലുള്ള ആഹാരം ഉള്ളിലേക്കെത്തുമ്പോഴും അവരുടെ മനസ്സിൽ അശാന്തി മാത്രമായിരിക്കും അവശേഷിക്കുക. എന്നാൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഭക്ഷണപാത്രം മുന്നിലെത്തുമ്പോൾ തന്നെ അതിന്റെ സുഗന്ധം ആസ്വദിക്കുക എന്നതാണ്. അതിൽ നിറഞ്ഞിരിക്കുന്ന വിഭവങ്ങളെയും അതിന്റെ ഭംഗിയെയും സ്നേഹത്തോടെ നോക്കിക്കാണണം. ഒപ്പം ആ ആഹാരം സ്നേഹത്തോടെ പാകം ചെയ്തവർക്കും അത് മണ്ണിൽ ചോരനീരാക്കി വിളയിച്ചെടുത്ത കർഷകർക്കും മനസ്സുകൊണ്ട് നന്ദി പറയാൻ മടിക്കരുത്. കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിന്റെയും രുചി പൂർണ്ണമായി അറിഞ്ഞുവേണം ആസ്വദിക്കാൻ. വെറുതെ ആദ്യത്തെ ഉരുളയിൽ മാത്രം ആ ശ്രദ്ധ ഒതുങ്ങിപ്പോകരുത്. വളരെ സ്നേഹത്തോടും താൽപ്പര്യത്തോടും കൂടി ആഹാരം കഴിക്കാൻ ശീലിച്ചാൽ ഭക്ഷണം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും മനസ്സ് തികച്ചും ശാന്തമാവുകയും ഉള്ളിൽ വലിയൊരു ആനന്ദം നിറയുകയും ചെയ്യും. പണ്ടുകാലത്ത് നമ്മുടെ പൂർവികർ മിണ്ടാതെയിരുന്ന് ആഹാരം കഴിക്കുന്ന ഒരു ശീലം പിന്തുടർന്നതിന്റെ പ്രധാന കാരണവും ഇതുതന്നെയായിരുന്നു. കാരണം മൗനമായിരുന്ന് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുക എന്നത് ഒരുതരം ധ്യാനം തന്നെയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമല്ല, നീ നിത്യജീവിതത്തിൽ ചെയ്യുന്ന സാധാരണ കാര്യങ്ങളായ നടക്കുക, കുളിക്കുക, വീട് വൃത്തിയാക്കുക തുടങ്ങിയവയെല്ലാം ഇതേ ശ്രദ്ധയോടെയും ആത്മസമർപ്പണത്തോടെയും ചെയ്താൽ ദിവസം മുഴുവൻ സന്തോഷത്തോടെ ഇരിക്കാൻ നിനക്ക് സാധിക്കും. ബുദ്ധഭിക്ഷു രണ്ടാമത്തെ വഴിയെക്കുറിച്ച് വിവരിക്കാൻ തുടങ്ങി. അത് നമ്മുടെ സ്വന്തം ശ്വാസത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്നതാണ്. ശ്വാസമെടുക്കൽ എന്നത് പ്രകൃതിദത്തമായി നമ്മുടെ ശരീരത്തിൽ വിടരുന്ന വളരെ മനോഹരവും താളാത്മകവുമായ ഒരു പ്രതിഭാസമാണ്. നമ്മൾ അകത്തേക്കെടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതുമായ ശ്വാസത്തിന്റെ ചലനങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ അനാവശ്യ ചിന്താക്കുഴപ്പങ്ങളിൽ നിന്നും മാറ്റി ശരീരത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു. തൽഫലമായി മനസ്സിൽ കെട്ടിക്കിടക്കുന്ന ഭയം, ആശങ്കകൾ, അസ്വസ്ഥതകൾ എന്നിവയിൽ നിന്നെല്ലാം നമ്മൾ പെട്ടെന്ന് മോചിതരാകും. ഈയൊരു കാര്യം നിനക്ക് ഏതു സമയത്തും ഏത് സ്ഥലത്തു വെച്ചും ചെയ്യാവുന്നതേയുള്ളൂ. മഹാനായ ബുദ്ധൻ പഠിപ്പിച്ച ആത്മീയ ധ്യാനമുറകളുടെ അടിസ്ഥാനം പോലും ശ്വാസത്തിലുള്ള ഈ സൂക്ഷ്മശ്രദ്ധയാണ്. എപ്പോഴൊക്കെ നിനക്ക് കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്നുവോ അല്ലെങ്കിൽ ചിന്തകൾ കൈവിട്ടുപോകുന്നു എന്ന് തോന്നുന്നുവോ അപ്പോൾ തന്നെ നിന്റെ ശ്രദ്ധ ശ്വാസഗതിയിലേക്ക് തിരിച്ചുവിടുക. ഏതാനും നിമിഷങ്ങൾക്കകം നിന്റെ മനസ്സ് ശാന്തമാകുന്നത് നിനക്ക് നേരിട്ട് അനുഭവിച്ചറിയാം. ഉള്ളിലെ എല്ലാ പിരിമുറുക്കങ്ങളും പുകമഞ്ഞുപോലെ അലിഞ്ഞുപോകും. ശ്വാസത്തിലുള്ള ഈ ശ്രദ്ധ നിനക്കൊരു ശീലമാക്കാൻ കഴിഞ്ഞാൽ എത്ര മോശം സാഹചര്യത്തിലും നിന്റെ മനസ്സൊട്ടും തളരുകയില്ല. മാത്രമല്ല, ചെയ്യുന്ന ജോലിയിൽ ദീർഘനേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധിക്കും. ശ്വാസത്തിലേക്ക് നോക്കുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കും. ഉള്ളിലോടിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ മാത്രമല്ല, നമ്മളെന്നും നമ്മൾ അതിനും മുകളിലുള്ള ഏതോ വലിയൊരു ചൈതന്യമാണെന്നുമുള്ള തിരിച്ചറിവത് നൽകും. നമ്മുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതത്തിന്റെ പുതിയ തലങ്ങൾ കണ്ടെത്താൻ കഴിയും. കേവലം ശ്വാസത്തെ നിയന്ത്രിക്കുന്നതിലൂടെ സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലുമാകാത്ത വലിയ കാര്യങ്ങൾ എങ്ങനെ നേടിയെടുക്കാമെന്ന് നമ്മുടെ പൂർവികർ കണ്ടെത്തിയിരുന്നു. ജീവിതത്തിലെ ഒന്നിനും നമ്മെ ഉലയ്ക്കാൻ കഴിയാത്ത വിധം മനസ്സിനെ പാകപ്പെടുത്താൻ ശ്വാസത്തിലുള്ള ഈ ശ്രദ്ധ നമ്മെ സഹായിക്കും. ബുദ്ധഭിക്ഷു ആ വ്യാപാരിയെ നോക്കി അതീവ ശാന്തനായി മൂന്നാമത്തെ വഴി പറഞ്ഞുതന്നു. മൂന്നാമത്തെ വഴി നമ്മുടെ ഇന്ദ്രിയങ്ങളുമായി ആഴത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കുക എന്നതാണ്. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളായ മൂക്ക്, ചർമ്മം, നാവ്, ചെവി, കണ്ണ് എന്നിവ നമ്മുടെ ശരീരത്തിന്റെ പ്രവേശന കവാടങ്ങളാണ്. നമ്മുടെ മനസ്സ് എപ്പോഴും ചിന്തകളുടെ വന്യമായ ഒരു കാടാണ്. പലപ്പോഴും ഈ ചിന്താക്കാടുകളിൽ അങ്ങനെ അലഞ്ഞുതിരിയുമ്പോൾ നമുക്കു ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മുടെ ഇന്ദ്രിയങ്ങൾ പോലും അറിയാറില്ല എന്നതാണ് സത്യം. വായുവിൽ നിറയുന്ന സുഗന്ധമോ നമ്മൾ ജീവിക്കുന്ന ഈ മനോഹര ലോകത്തിന്റെ ഭംഗിയോ ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധം നമ്മൾ ആ ചിന്തകളിൽ മുഴുകിപ്പോകുന്നു.
പുറത്തുനിന്ന് ഏതെങ്കിലുമൊരു വലിയ കാര്യം വന്ന് നമ്മുടെ ശ്രദ്ധയെ ബലമായി പിടിച്ചുവലിക്കുന്നതുവരെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് നമ്മൾ ഒട്ടും ബോധവാന്മാരാകാറില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരുതരം അബോധാവസ്ഥയിലാണ് നമ്മൾ ഓരോ ദിവസവും തള്ളിനീക്കുന്നത്. അതുകൊണ്ടുതന്നെ ജീവിതത്തിലെ ഈ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒന്ന് ഒതുങ്ങിനിന്ന് ചുറ്റുമുള്ള കാര്യങ്ങളെ ശാന്തമായി നിരീക്ഷിക്കുന്ന ഒരു നല്ല ശീലം നമ്മൾ വളർത്തിയെടുക്കണം. നമ്മുടെ ശരീരത്തെ തൊട്ടുരുമ്മി കടന്നുപോകുന്ന ആ തണുത്ത കാറ്റിനെ നെഞ്ചോട് ചേർത്തൊന്ന് അനുഭവിച്ചറിയൂ. പൂന്തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ആ മനോഹരമായ വർണ്ണപ്പൂക്കളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ചെന്നെത്തട്ടെ. അവയുടെ ഭംഗിയാവോളം ആസ്വദിക്കൂ. മരച്ചില്ലകളിലിരുന്നു പാടുന്ന പക്ഷികളുടെ മധുരമുള്ള ഗാനങ്ങൾക്ക് കാതോർക്കൂ. ആകാശത്ത് ഉദിച്ചുയരുന്നതും അസ്തമയത്തിലേക്ക് ചാഞ്ഞുപോകുന്നതുമായ ആ സൂര്യനെ കുറച്ചുനേരം നോക്കി നിൽക്കൂ. ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിങ്ങളെ നിങ്ങളുടെ യഥാർത്ഥ വർത്തമാനകാലത്തിലേക്ക് തിരികെ എത്തിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ചുറ്റുമുള്ള ലോകത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിക്കേണ്ടതുണ്ട്. ഒരു നിമിഷം ഒന്ന് ശാന്തമായി അവയെ നിറഞ്ഞ സ്നേഹത്തോടെ നോക്കിക്കാണാനും മനസ്സറിഞ്ഞ് അനുഭവിക്കാനും ശ്രമിക്കൂ. ആ ബുദ്ധഭിക്ഷു ഉപദേശിച്ച 4ാമത്തെ വഴി ഇതാണ്: നമ്മുടെ മനസ്സിൽ ഉദിച്ചുയരുന്ന നിഷേധാത്മകമായ വികാരങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുക. സങ്കടവും നിരാശയും ദേഷ്യവുമൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ മനുഷ്യരിൽ വളരെ സ്വാഭാവികമായ കാര്യമാണ്. എന്നാൽ അത്തരം വികാരങ്ങളുടെ ഒഴുക്കിൽ നമ്മൾ ഒലിച്ചുപോകരുത്. പകരം ഉള്ളിൽ എപ്പോഴെങ്കിലും ഇത്തരം മോശം ചിന്തകൾ ഉടലെടുക്കുമ്പോൾ ആ വികാരങ്ങളിലേക്ക് നമ്മൾ പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ തോന്നുമ്പോഴോ ഒരു നിമിഷം ശാന്തമായി നിന്ന് ആ സമയത്ത് ഉള്ളിലുണ്ടാകുന്ന ചിന്തകൾ എന്തൊക്കെയാണെന്ന് സ്വയം നോക്കിക്കാണുക. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും: നിങ്ങൾ ആ ചിന്തകളല്ല. നിങ്ങൾ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ്. നിങ്ങൾ അവയെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കൂ. നിമിഷങ്ങൾക്കകം ആ നിഷേധാത്മക ചിന്തകളെല്ലാം പുകപോലെ അപ്രത്യക്ഷമാകുന്നത് കാണാം. എല്ലാ തവണയും നിങ്ങൾ ഇതേ രീതി തുടരുകയാണെങ്കിൽ നിങ്ങളുടെ വികാരങ്ങളെ സ്വന്തം നിയന്ത്രണത്തിലാക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പം സാധിക്കും. തുടർന്ന് ഭിക്ഷു 5ാമത്തെ വഴിയും പങ്കുവച്ചു: നമ്മുടെ മനസ്സിൽ തോന്നുന്ന എല്ലാ ചിന്തകളെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. നമ്മുടെ മനസ്സ് എപ്പോഴും പലതരം ഊഹങ്ങളും ധാരണകളും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എന്നാൽ അവയൊന്നും സത്യമായിരിക്കണമെന്നില്ല. ഉദാഹരണത്തിന്, നമ്മളൊരു വ്യക്തിയെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു പുതിയ കാര്യത്തെ അഭിമുഖീകരിക്കുമ്പോഴോ നമ്മുടെ മനസ്സ് പെട്ടെന്ന് തന്നെ അതിനെക്കുറിച്ച് ഒരു മുൻവിധി ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് ആ വ്യക്തിയെയോ കാര്യത്തെയോ ഒന്നുകിൽ നല്ലത് അല്ലെങ്കിൽ ചീത്ത എന്ന രീതിയിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കും. പിന്നീട് നമ്മുടെ ആ ചിന്തകളെ മാത്രം സത്യമെന്ന് വിശ്വസിച്ച് ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ കാര്യത്തെ വിലയിരുത്താൻ തുടങ്ങും. ചില ആളുകളാകട്ടെ സ്വന്തം മുൻവിധികളാണ് പരമമായ സത്യമെന്ന് കരുതി അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എല്ലാത്തരം മുൻവിധികളിൽ നിന്നും സ്വയം മാറി നിൽക്കാൻ ശ്രമിക്കുക എന്നതാണ്. പൂർണ്ണമായ ഉണർവോടെ ഒരു കാര്യം യഥാർത്ഥത്തിൽ എങ്ങനെയുള്ളതാണോ അതിനെ അങ്ങനെ തന്നെ കാണാൻ ശ്രമിക്കണം. അല്ലാതെ നമ്മുടെ വകയായി അതിന്മേൽ നന്മയുടെയോ തിന്മയുടെയോ പുതപ്പിക്കരുത്. വർത്തമാനകാലത്തിൽ ജീവിച്ചുകൊണ്ട് യാതൊരുവിധ മുൻവിധികളുമില്ലാതെ ഒരു സാക്ഷിയെപ്പോലെ നിങ്ങൾ കാര്യങ്ങൾ കാണാനും കേൾക്കാനും തുടങ്ങിയാൽ അത് നിങ്ങളെ അങ്ങേയറ്റം ശാന്തരും മാനസിക സമ്മർദ്ദമില്ലാത്തവരുമാക്കി മാറ്റും. ഭിക്ഷു തുടർന്നുകൊണ്ട് 6ാമത്തെ വഴി പറഞ്ഞു: ദിവസവും കുറച്ചു സമയമെങ്കിലും ധ്യാനത്തിനായി മാറ്റിവെക്കുക. ധ്യാനിക്കാൻ മണിക്കൂറുകളോളം ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദിവസത്തിൽ വെറും 10 മിനിറ്റ് ധ്യാനിക്കുന്നതുപോലും നമ്മുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. ദിവസവുമുള്ള ധ്യാനം നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയൊരു ഊർജ്ജവും ആവേശവും സമാധാനവും പ്രചോദനവുമൊക്കെ സമ്മാനിക്കും. ദിവസം മുഴുവൻ ഉള്ളിൽ ഒരു പ്രത്യേക സന്തോഷവും ശാന്തതയും അനുഭവിക്കാൻ നമുക്ക് കഴിയും. ദിവസവും ധ്യാനിക്കുന്നതിലൂടെ വർത്തമാനകാലത്തിന്റെ ഓരോ നിമിഷത്തിലും ജീവിക്കാൻ നിങ്ങൾ സ്വാഭാവികമായി തന്നെ പഠിച്ചെടുക്കും. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം നിറഞ്ഞു നിൽക്കാൻ ഭിക്ഷു പറഞ്ഞുതരുന്ന 7ാമത്തെ വഴി വളരെ ലളിതമാണ്: നിലവിൽ നമ്മുടെ കൈവശമുള്ള എല്ലാ കാര്യക്കും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ സമാധാനം കണ്ടെത്താൻ ഇതിലും എളുപ്പമുള്ള മറ്റൊരു മാർഗമില്ല. ഈയൊരു കൃതജ്ഞതാ മനോഭാവം നമ്മളിൽ വളർന്നുവരുമ്പോൾ നമ്മുടെ പക്കലുള്ളതുകൊണ്ട് മാത്രം മനസ്സ് നിറയുകയല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള പുതിയ വഴികൾ പ്രപഞ്ചം നമുക്ക് മുന്നിൽ തുറന്നുതരികയും ചെയ്യും. കാരണം നന്ദി നിറഞ്ഞ ഒരു മനസ്സ് ഒരിക്കലും പ്രശ്നങ്ങളെ നോക്കി സങ്കടപ്പെടാറില്ല. പകരം എപ്പോഴും അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തൊക്കെയാണോ ഉള്ളത് അതിനെല്ലാം ആ പ്രപഞ്ചശക്തിയോട് മനസ്സ് തുറന്ന് നന്ദി പറയുക. ഈ ഒറ്റ ശീലം മതി നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതകരമായ രീതിയിൽ മാറ്റിമറിക്കാൻ. ഒരു പ്രത്യേക കാര്യം സ്വന്തമായിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം ഭാഗ്യവാനാണെന്ന് ഓരോ നിമിഷവും ചിന്തിച്ചു നോക്കൂ. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ഉണ്ടെന്ന് കരുതുക. നിങ്ങളെപ്പോലെ ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ എത്രയോ ആളുകൾ രാത്രിയും പകലും ആഗ്രഹിക്കുന്നുണ്ടാകും. നമുക്ക് ശരിക്കും ജീവിക്കാൻ പഠിക്കണമെങ്കിൽ ഈ ജീവിതത്തെ അതിന്റെ വർത്തമാന നിമിഷത്തിൽ ജീവിച്ചു തീർക്കുക എന്നതാണ് ഏറ്റവും വലിയ കല എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഒരു മനുഷ്യൻ ഇന്നിൽ ജീവിക്കാൻ ശീലിക്കുമ്പോൾ അവന്റെ മനസ്സിന്റെ ഭാരമെല്ലാം പതുക്കെ ഇറക്കിവെക്കപ്പെടും. അവന്റെ ഓരോ ചുവടുകളും കൂടുതൽ ലളിതമായി മാറും. അങ്ങനെയുള്ളവരുടെ മുഖത്ത് എപ്പോഴും ഒരു പ്രത്യേക പ്രകാശം കാണാം. അവരുടെ മനസ്സ് ശാന്തമായിരിക്കും. ചിന്തകൾക്ക് നല്ല ആഴമുണ്ടാകും. അവർക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ഭംഗി ദർശിക്കാൻ അവർക്ക് സാധിക്കും. വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും അവർക്ക് വലിയ സന്തോഷം കണ്ടെത്താൻ കഴിയും.
കാരണം സന്തോഷമെന്നത് വലിയ വലിയ നേട്ടങ്ങളിൽ മാത്രമല്ല ഒളിഞ്ഞിരിക്കുന്നത്, മറിച്ച് നമ്മൾ പൂർണ്ണ മനസ്സോടെ ജീവിക്കുന്ന ഓരോ ചെറിയ നിമിഷത്തിലുമാണെന്ന് അവർ തിരിച്ചറിയുന്നു. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇന്നിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയോ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ ജീവിക്കുകയോ ആണെന്നാണ്. എന്നാൽ ഒരിക്കലുമല്ല. വർത്തമാനകാലത്തിൽ ജീവിക്കുക എന്നതിന്റെ യഥാർത്ഥ അർത്ഥം നിങ്ങളിപ്പോൾ ഈ നിമിഷം എന്താണോ ചെയ്യുന്നത് അതിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുക എന്നതാണ്. നിങ്ങൾ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണത്തിന്റെ രുചിയിൽ മാത്രം ലയിച്ചിരിക്കുക. ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ മറ്റെങ്ങും ശ്രദ്ധ കൊടുക്കാതെ പൂർണ്ണ ശ്രദ്ധയോടെ അത് കേട്ടിരിക്കുക. എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ അത് പൂർണ്ണ മനസ്സോടെ ചെയ്യുക. ഇതാണ് യഥാർത്ഥ ജീവിതത്തിന്റെ ഭംഗി. നമ്മൾ എപ്പോഴും കഴിഞ്ഞുപോയ ഭൂതകാലത്തിന്റെ ഓർമ്മകളും ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ സ്വയം ഭാരമേറ്റുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞുപോയ ഒരു കാര്യത്തെയും മാറ്റാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. എന്നിട്ടും നമ്മൾ വീണ്ടും വീണ്ടും ആ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്ത് സ്വയം സങ്കടപ്പെടുന്നു. ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിന് പകരം പുറകോട്ട് വലിക്കാൻ ശ്രമിക്കുന്നതുപോലെയാണ് അത്. ഇനി നമ്മൾ ഭാവിയെക്കുറിച്ച് അമിതമായി ആശങ്കപ്പെടുമ്പോൾ ഇതുവരെ വന്നിട്ടില്ലാത്ത, ഇനിയൊരിക്കലും വരാൻ സാധ്യതയില്ലാത്ത നിമിഷങ്ങളിൽ ചെന്ന് നമ്മൾ സ്വയം കുടുങ്ങിപ്പോകുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര വിചിത്രമാണല്ലേ ഇത്. ഒന്നുകിൽ നമ്മൾ കഴിഞ്ഞുപോയ ആ പഴയ കാലത്ത് തങ്ങി നിൽക്കുന്നു, അല്ലെങ്കിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു സമയത്തെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുന്നു. ഇതിനിടയിൽ നമ്മുടെ കൈകളിലുള്ള ആ വിലപ്പെട്ട സമയം, അതായത് ഇന്നത്തെ ഈ വർത്തമാന നിമിഷം, നമ്മുടെ വിരലുകൾക്കിടയിലൂടെ പതുക്കെ ചോർന്നുപോകുന്നു. ഭൂതകാലത്തെ തിരുത്താൻ നമ്മുടെ കൈകളിലൊന്നുമില്ലെന്നും ഭാവിയെ പൂർണ്ണമായി നിയന്ത്രിക്കുക എന്നത് ആർക്കും സാധ്യമല്ലെന്നും നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം നമുക്ക് സ്വയം ആ അനാവശ്യ ചിന്തകളിൽ നിന്ന് മോചിതരാകാം. ഈ സ്വാതന്ത്ര്യം നമ്മുടെ മനസ്സിന് വലിയ സമാധാനവും ഭാരമില്ലായ്മയും ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ അനുഭവിച്ചറിയാനുള്ള വലിയൊരു ശക്തിയും നൽകും. ഒരു മനുഷ്യൻ ഈ നിമിഷത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഒന്നിനും ഒരു കുറവുമില്ലെന്ന് അവൻ പതുക്കെ മനസ്സിലാക്കും. നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം ഈ ഒരു നിമിഷത്തിൽ തന്നെയുണ്ട്. ജീവിതം വളരെ സങ്കീർണമാണെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ സത്യത്തിൽ ജീവിതം ഒരിക്കലും സങ്കീർണമല്ല. നമ്മുടെ അനാവശ്യ ചിന്തകളാണ് അതിനെ സങ്കീർണമാക്കുന്നത്. നമ്മുടെ മനസ്സ് നമ്മെ വീണ്ടും വീണ്ടും ഒന്നുകിൽ പശ്ചാത്താപത്തിന്റെ അല്ലെങ്കിൽ ആശങ്കയുടെ വഴികളിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടുപോകും. എന്നാൽ നമ്മൾ ഈ നിമിഷത്തിലേക്ക് തിരികെ വരികയാണെങ്കിൽ ജീവിതം വളരെ ലളിതവും മനോഹരവുമായി തോന്നും. നമ്മൾ എടുക്കുന്ന ഓരോ ശ്വാസവും അനുഭവിച്ചറിയുക, വെയിലിന്റെ ഇളം ചൂടറിയുക, ശരീരത്തിലേക്ക് വീശിയടിക്കുന്ന ചെറിയൊരു കാറ്റ്, പ്രിയപ്പെട്ട ഒരാളുടെ മുഖത്തെ ആത്മാർത്ഥമായ പുഞ്ചിരി, ഒരു കപ്പ് ചായ, ശാന്തമായ ഒരു നിമിഷം, ഇതൊക്കെ തനിയെ നോക്കുമ്പോൾ എത്ര വലിയ കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ മനസ്സ് മറ്റെവിടെയോ ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഈ സുന്ദരമായ നിമിഷങ്ങളെയൊന്നും ശ്രദ്ധിക്കാറില്ല എന്നതാണ് സത്യം. ഇന്നിൽ ജീവിക്കുക എന്നത് വലിയൊരു സാധനയാണ്. ഇത് ഒറ്റ ദിവസം കൊണ്ട് ആർക്കും പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇതിന് നിരന്തരമായ പരിശീലനവും ക്ഷമയും ആവശ്യമാണ്. എല്ലാ ദിവസവും കുറച്ചുകുറച്ചായി നമ്മുടെ മനസ്സിനെ വർത്തമാനകാലത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നമുക്ക് സ്വയം പഠിക്കാം. നിങ്ങളുടെ മനസ്സ് എപ്പോഴെങ്കിലും കഴിഞ്ഞുപോയ ഭൂതകാലത്തിലേക്ക് ഓടിപ്പോകുമ്പോൾ ആ നിമിഷം ഇപ്പോൾ കഴിഞ്ഞുപോയതാണെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. നിങ്ങളുടെ മനസ്സ് വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ചോർത്ത് ആശങ്കപ്പെടുമ്പോൾ ആ നിമിഷം ഇതുവരെ വന്നിട്ടില്ലെന്ന് സ്വയം പറഞ്ഞു മനസ്സിലാക്കുക. എന്നിട്ട് വളരെ പതുക്കെ നിങ്ങളുടെ ശ്രദ്ധ ഈ നിമിഷത്തിലേക്ക് തിരികെ കൊണ്ടുവരൂ. നിങ്ങളുടെ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ നിമിഷത്തെ പൂർണ്ണമായി ആസ്വദിക്കൂ. നമ്മുടെ ചുറ്റുമുള്ള ഈ അന്തരീക്ഷത്തെ ഒന്ന് തൊട്ടറിയാൻ ശ്രമിക്കൂ. ഈയൊരു നിമിഷത്തെ അതിന്റെ പൂർണ്ണതയോടെ നെഞ്ചോട് ചേർത്ത് പിടിക്കൂ. ജീവിതം എന്ന് പറയുന്നത് വെറുതെ ജീവിച്ചു തീർക്കാനുള്ള ഒന്നല്ല, മറിച്ച് ഓരോ നിമിഷവും ആവോളം അനുഭവിച്ചറിയേണ്ട മനോഹരമായ ഒരു യാത്രയാണ്. നമ്മളിൽ ഭൂരിഭാഗം പേരും ആയുസ്സു മുഴുവൻ കാത്തിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും തികച്ചും പെർഫെക്റ്റാകുന്ന, നമ്മൾ ആഗ്രഹിച്ചതുപോലെ സന്തോഷമെല്ലാം ഒത്തുവരുന്ന ആ ഒരു സുദിനത്തിനു വേണ്ടിയാണ്. പക്ഷേ സത്യത്തിൽ അങ്ങനെ ഒരു ദിവസം ഒരിക്കലും വന്നെത്താറില്ല. കാരണം പൂർണ്ണത എന്നത് നമ്മൾ ചെന്നെത്തേണ്ട ഒരു ലക്ഷ്യസ്ഥാനമല്ല, മറിച്ച് നമ്മുടെ ചിന്തകൾ മാത്രം സൃഷ്ടിച്ചെടുക്കുന്ന ഒരു വെറും സങ്കല്പം മാത്രമാണ്. നമ്മുടെ കൈവശം എന്തൊക്കെയുണ്ട് എന്നതിനെ ആശ്രയിച്ചല്ല സന്തോഷം നിലനിൽക്കുന്നത്, മറിച്ച് നമ്മുടെ മുന്നിലുള്ള ഈ ജീവിതത്തെ നമ്മൾ ഏത് കോണിലൂടെ നോക്കിക്കാണുന്നു എന്നതിലാണ്. ഈ നിമിഷത്തിൽ, അതായത് ഈ ഇന്നിൽ ജീവിക്കാൻ പഠിക്കുമ്പോൾ മാത്രമാണ് ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾക്ക് പോലും എത്രത്തോളം വലിയ അർത്ഥങ്ങളുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കമായ ആ ചിരി, ഇലച്ചാർത്തുകൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന വെയിലിന്റെ നേർത്ത സ്പർശം, യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാത്ത ഒരാളുടെ ആത്മാർത്ഥമായ കൂട്ട്, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ശാന്തത, ഇതിലും വലിയൊരു നിധി വേറെ എന്താണ് നമുക്ക് ലഭിക്കാനുള്ളത്? എന്നാൽ നമ്മുടെ മനസ്സ് കഴിഞ്ഞുപോയ കാലത്തിലോ വരാനിരിക്കുന്ന നാളുകളിലോ തളച്ചിടപ്പെടുമ്പോൾ ഈ സുന്ദരമായ കാഴ്ചകളെല്ലാം നമ്മുടെ കണ്ണിൽപ്പെടാതെ പോവുകയാണ് ചെയ്യുന്നത്. ഇന്നിൽ ജീവിക്കുന്ന മനുഷ്യർ എപ്പോഴും സംതൃപ്തരായിരിക്കും. അവർക്ക് പരാതികളും പരിഭവങ്ങളും വളരെ കുറവായിരിക്കും. കാരണം കാര്യങ്ങളെ അവയുടെ യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊള്ളാൻ അവർ ശീലിച്ചിരിക്കുന്നു. ഓരോ നിമിഷവും അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിക്കുന്നതുകൊണ്ടുതന്നെ അവരുടെ മനസ്സിൽ പശ്ചാത്താപത്തിന് സ്ഥാനമില്ല, പകരം നിറഞ്ഞൊരു നന്ദിബോധം മാത്രമായിരിക്കും അവരിൽ അവശേഷിക്കുന്നത്. ഈയൊരു കൃതജ്ഞതയാണ് അവരുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്നതും.
ഉള്ളിൽ യഥാർത്ഥമായ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകളെ ഈ വർത്തമാന നിമിഷത്തിൽ ഉറപ്പിച്ചു നിർത്താൻ നമ്മൾ ശീലിക്കണം. അതിനായി അല്പം ധ്യാനം ശീലിക്കുന്നതും ആഴത്തിൽ ശ്വാസമെടുക്കുന്നതും പ്രകൃതിയോടടുത്തു നിൽക്കുന്നതും ജീവിതം ലളിതമാക്കുന്നതുമെല്ലാം നമ്മെ ഏറെ സഹായിക്കും. പടിപടിയായി മനസ്സിന്റെ ഈ ശീലം മാറിവരുമ്പോൾ മുൻപുണ്ടായിരുന്ന അനാവശ്യ ആശങ്കകളെല്ലാം നമ്മെ വിട്ടകലുന്നത് കാണാൻ കഴിയും. നമ്മൾ കൂടുതൽ ചിരിക്കാൻ തുടങ്ങും, ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യും. കടന്നുപോയ നിമിഷങ്ങൾ ഒരിക്കലും തിരിച്ചുവരില്ല. വരാനിരിക്കാനുള്ളത് അതിന്റെ കൃത്യമായ സമയത്ത് തന്നെ വന്നെത്തുകയും ചെയ്യും. നമ്മുടെ കൈകളിൽ ഇപ്പോഴുള്ളത് ഈ ഒരൊറ്റ നിമിഷം മാത്രമാണ്. ഈ നിമിഷത്തെ ഭംഗിയായി ജീവിച്ചു തീർക്കാൻ കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നിന്റെയും കുറവ് നമുക്ക് തോന്നില്ല. ഇതുതന്നെയാണ് ഏറ്റവും വിലപ്പെട്ട നിമിഷം. ഇതുതന്നെയാണ് യഥാർത്ഥ ജീവിതവും. ഈയൊരു സത്യം എത്രത്തോളം വേഗത്തിൽ നമ്മൾ തിരിച്ചറിയുന്നുവോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിന്റെ ഭാരം കുറയും. പിന്നീട് നമുക്ക് ഭൂതകാലത്തെക്കുറിച്ചുള്ള ഭയമോ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയോ ഉണ്ടാകില്ല. മറിച്ച് ഒരു പുഴ പോലെ സ്വതന്ത്രമായി ഒഴുകി നീങ്ങുന്ന ജീവിതത്തെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ജീവിക്കാനുള്ള യഥാർത്ഥ കലയും ഇതുതന്നെയാണ്. ഇനി മുതൽ ഞാൻ ഇന്നിൽ ജീവിക്കും എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചാൽ ഉള്ളിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. ദേഷ്യമില്ലാതാവുകയും മനസ്സ് കൂടുതൽ ശാന്തമാവുകയും ചെയ്യും. ഓരോ പുലരിയും ഒരു ഭാരമായിട്ടല്ല, മറിച്ച് മനോഹരമായ ഒരു സമ്മാനമായിട്ടായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുക. ജീവിതം ജയിച്ചു കയറേണ്ട ഒരു മത്സരയോട്ടമല്ല, മറിച്ച് ആസ്വദിച്ചറിയേണ്ട ഒരു യാത്രയാണ്. ഓരോ ദിവസവും ജീവിതത്തിലെ ഏറ്റവും സവിശേഷമായ നാളാണെന്ന് കരുതി ജീവിച്ചു തുടങ്ങുമ്പോൾ ഓരോ നിമിഷവും നിങ്ങൾക്ക് സന്തോഷം സമ്മാനിക്കും. ജീവിതം ഒരുപാട് മനോഹരമാണ്, പക്ഷേ അത് തിരിച്ചറിയാൻ നമ്മൾ പലപ്പോഴും വൈകിപ്പോകുന്നു. അതുകൊണ്ട് ഇനിയൊരു നാളേക്കു വേണ്ടി കാത്തിരിക്കരുത്. കഴിഞ്ഞുപോയ ഇന്നലകളിൽ കുടുങ്ങിക്കിടക്കുകയുമരുത്. പകരം ഈ നിമിഷത്തെ പൂർണ്ണമായി ജീവിക്കാൻ പഠിക്കൂ. ഇതാണ് യഥാർത്ഥ ആനന്ദം, ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം, ഇതുതന്നെയാണ് യഥാർത്ഥ ജീവിതവും. നമ്മൾ വർത്തമാനകാലത്തിൽ, അതായത് ഈ ജീവിക്കുന്ന നിമിഷത്തിൽ പൂർണ്ണമായി മുഴുകാൻ തുടങ്ങുമ്പോൾ ഉള്ളിൽ വളരെ ആഴമേറിയ ഒരു തിരിച്ചറിവ് ജനിക്കാൻ തുടങ്ങും. ഈയൊരു ബോധം നമുക്കൊരു പുസ്തകം വായിച്ചോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഉപദേശങ്ങൾ കേട്ടോ നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. അത് സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് മാത്രം പാകപ്പെട്ടു വരേണ്ട ഒന്നാണ്. അലഞ്ഞുതിരിയുന്ന മനസ്സിനെ പിടിച്ചു നിർത്തി വീണ്ടും വീണ്ടും ഈ നിമിഷത്തിലേക്ക് തന്നെ നമ്മൾ തിരികെ കൊണ്ടുവരുമ്പോൾ ഉള്ളിൽ ഒരു പ്രത്യേക അനുഭൂതി നിറയുന്നത് നമുക്ക് തൊട്ടറിയാം. വർഷങ്ങളായി ചുമലിൽ പേറിയിരുന്ന വലിയൊരു ഭാരം ആരോ പെട്ടെന്ന് താഴേക്ക് ഇറക്കിവെച്ചതുപോലെയുള്ള ഒരു വലിയ ആശ്വാസമായിരിക്കുമത്. മുൻപ് നമ്മളെ ഒരുപാട് അലട്ടിയിരുന്ന, ഉറക്കം കെടുത്തിയിരുന്ന പല പ്രശ്നങ്ങളും ഇപ്പോൾ അത്ര വലിയ കാര്യമേയല്ല എന്ന് തോന്നിത്തുടങ്ങും. ഉള്ളിൽ എവിടെയോ ഒളിച്ചിരുന്ന ഭയമെല്ലാം പതുക്കെ അലിഞ്ഞുപോകും. കാരണം ആലോചിച്ചു നോക്കിയാൽ ഭയം എപ്പോഴും ഇരിക്കുന്നത് കഴിഞ്ഞുപോയ കാര്യങ്ങളിലോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന അനിശ്ചിതത്വങ്ങളിലോ ആണ്. എന്നാൽ ഈ വർത്തമാന നിമിഷത്തിൽ സത്യം മാത്രമേയുള്ളൂ. ഈ നിമിഷത്തിൽ ഭയമില്ല, വല്ലാത്ത ആശങ്കകളില്ല, പശ്ചാത്താപവുമില്ല. ഇവിടെ ജീവിതം മാത്രമാണുള്ളത്. ഈ ജീവിതത്തെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ തൊട്ടറിയുമ്പോൾ മനുഷ്യൻ ഒന്ന് തിരിച്ചറിയും, നമ്മൾ വിചാരിച്ചത്ര സങ്കീർണമായിരുന്നില്ല ഈ ജീവിതം എന്ന്. ഇന്നിൽ ജീവിക്കുന്നതിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് അത് നമുക്കു മുന്നിൽ തികച്ചും പുതിയൊരു കാഴ്ചപ്പാട് തുറന്നുതരും എന്നതാണ്. മുൻപ് നമ്മുടെ കണ്ണിൽപ്പെടാതെ പോയ, നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുകളഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ എത്രയോ വ്യക്തമായി കാണാൻ സാധിക്കും. കണ്ണിൽ കെട്ടിയ മൂടൽമഞ്ഞ് പെട്ടെന്ന് മാറിപ്പോയതുപോലെ തോന്നും. എല്ലാ കാര്യങ്ങളിലും ഒരു ആഴമുണ്ടെന്നും ഓരോ നിമിഷത്തിലും ഓരോ കഥയുണ്ടെന്നും നമ്മളെടുക്കുന്ന ഓരോ ശ്വാസത്തിലും വലിയൊരർത്ഥമുണ്ടെന്നും നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും. ഇന്നലകളിൽ ജീവിച്ച ആ പഴയ വ്യക്തിയായിരിക്കില്ല നിങ്ങളിപ്പോൾ. ഉള്ളിൽ പുതിയൊരു ഉണർവ് ജനിക്കുന്നതുപോലെ തോന്നും. ഈയൊരു ഉണർവോടെ ജീവിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെ ചൊല്ലി നമ്മൾ പിന്നീട് വിഷമിക്കാതാകും. സ്വയം കുറ്റപ്പെടുത്തുന്നതും മറ്റുള്ളവരെ പഴിക്കുന്നതുമെല്ലാം നമ്മൾ അവസാനിപ്പിക്കും. മാറ്റാൻ കഴിയാത്ത സാഹചര്യങ്ങളെ അവയുടെ യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊള്ളാൻ നമ്മൾ പഠിക്കും. ഈയൊരു സ്വീകാര്യതയാണ് നമ്മെ ഉള്ളിൽ നിന്ന് മോചിപ്പിക്കുന്നത്. ഒരു കാര്യത്തോട് നമ്മൾ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഒരു യുദ്ധം തുടങ്ങുന്നത്. എന്നാൽ അതിനെ അതേപടി ഉൾക്കൊള്ളാൻ തയ്യാറാകുമ്പോൾ ആ യുദ്ധം അവസാനിക്കുകയും അവിടെ ആഴമേറിയ ഒരു സമാധാനം വന്നെത്തുകയും ചെയ്യും. കുട്ടികൾ എപ്പോഴും ഇന്നിൽ ജീവിക്കുന്നവരാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവർ കളിക്കുമ്പോൾ കളിയിൽ മാത്രമായിരിക്കും ശ്രദ്ധ. ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ മാത്രമായിരിക്കും സന്തോഷം. ചിരിക്കുമ്പോൾ അവർ പൂർണ്ണ മനസ്സോടെ ചിരിക്കും. അവർക്ക് ഭൂതകാലത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ യാതൊരാശങ്കയുമില്ല. ഓരോ നിമിഷവും അവർ നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്നു. അതുകൊണ്ടാണ് അവർ എപ്പോഴും പുഞ്ചിരിക്കുന്നതും സന്തോഷത്തോടെയിരിക്കുന്നതും. നമ്മൾ വളരുംതോറും ആശങ്കകളും പ്രതീക്ഷകളും വലിയൊരു ഭാരവുമായിട്ടാണ് നടക്കുന്നത്. എന്നാൽ ഒരു കുട്ടിയുടെ ആ ലളിതമായ മനസ്സിലേക്ക് വീണ്ടും മടങ്ങാൻ കഴിഞ്ഞാൽ ജീവിതത്തിന്റെ നിറം തന്നെ മാറിമറിയും. വർത്തമാനകാലത്തിൽ ജീവിക്കുക എന്നത് കഠിനമായ നിയമങ്ങൾ പാലിക്കലല്ല, മറിച്ച് അതൊരു ലളിതമായ പരിശീലനം മാത്രമാണ്. ദിവസവും കുറച്ചു സമയം ശാന്തമായിരിക്കാനും സ്വന്തം ശ്വാസത്തിന്റെ താളം ശ്രദ്ധിക്കാനും ചുറ്റുമുള്ള കുട്ടികളുടെ നിഷ്കളങ്കതയെ നോക്കിക്കാണാനും തുടങ്ങുമ്പോൾ നിങ്ങൾ പതുക്കെ വർത്തമാനകാലത്തിൽ ജീവിക്കാൻ പഠിക്കുകയാണ്. ഇത് ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, പക്ഷേ നിരന്തരമായ പരിശീലനത്തിലൂടെ നിങ്ങളുടെ മനസ്സ് ആ വഴിക്ക് പാകപ്പെടും.
രാവിലെ ഉണരുമ്പോൾ കുറച്ച് സമയം ഒന്നും മിണ്ടാതിരിക്കൂ, ആഴത്തിൽ ശ്വാസമെടുക്കൂ. യാതൊരു ധൃതിയുമില്ലാതെ ആ തണുത്ത കാറ്റിനെ ഉള്ളിലേക്ക് ആവാഹിക്കൂ. പുറത്തേക്കിറങ്ങുമ്പോൾ വഴിയിൽ കാണുന്ന കാഴ്ചകളെല്ലാം ശ്രദ്ധിക്കാൻ ശ്രമിക്കൂ. മരങ്ങൾ, പക്ഷികൾ, ആകാശം, വെയിൽ, കാറ്റ്, അങ്ങനെയല്ല. ഒരാളോട് സംസാരിക്കുമ്പോൾ ഫോണിലേക്ക് നോക്കാതെ, മറ്റു ചിന്തകളിൽ മുഴുകാതെ അവരിലേക്ക് മാത്രം ശ്രദ്ധ നൽകൂ. ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ വിഴുങ്ങിലും അതിന്റെ രുചി ആസ്വദിച്ചറിയൂ. അങ്ങനെ പതുക്കെ പതുക്കെ നിങ്ങളുടെ മനസ്സ് ഈ നിമിഷത്തിലേക്ക് മടങ്ങിയെത്താൻ തുടങ്ങും. ഇന്നിൽ ജീവിക്കുക എന്നത് അത്ര വലിയൊരു കാര്യമല്ല, അതൊരു ശീലമാണ്. നമ്മളൊരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അതൊരു ശീലമായി മാറുന്നതുപോലെ ഇന്നിൽ ജീവിക്കുന്നതും ഒരു ശീലമാക്കി മാറ്റാം. വ്യത്യാസം ഇത്രമാത്രം, ഈയൊരു ശീലം നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സുന്ദരവും അർത്ഥവത്തുമാക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സ് ഇപ്പോഴുള്ള ഈ നിമിഷത്തിൽ പൂർണ്ണമായി ജീവിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ബന്ധങ്ങൾക്ക് കൂടുതൽ ആഴവും അർത്ഥവുമുണ്ടാകുന്നത്. നമ്മളൊന്നാലോചിച്ചു നോക്കൂ, ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരാളോടൊപ്പമായിരിക്കുമ്പോൾ ബാക്കിയെല്ലാം മറന്ന് അവരെ മാത്രം പൂർണ്ണമായി കേൾക്കാൻ നമുക്ക് കഴിഞ്ഞാൽ താൻ ആദരിക്കപ്പെടുന്നുണ്ടെന്ന ബോധം അവരിൽ തനിയെയുണ്ടാകും. അത് പരസ്പരമുള്ള വിശ്വാസവും സ്നേഹവും ഇരട്ടിയായി വർദ്ധിപ്പിക്കും. എന്നാൽ ശരീരം കൊണ്ട് ഒപ്പമുണ്ടായിരിക്കുകയും മനസ്സ് മറ്റെവിടെയോ അലഞ്ഞുതിരിയുകയും ചെയ്യുമ്പോൾ ബന്ധങ്ങളിൽ വലിയ അകലം കൂടുകയും അവ വെറും വാചകങ്ങളിൽ മാത്രമായി ഒതുങ്ങിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ള പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈയൊരു മാനസികാവസ്ഥ നമ്മുടെ തീരുമാനങ്ങളെപ്പോലും പോസിറ്റീവായി സ്വാധീനിക്കും. കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ഓർത്തു വിഷമിക്കലുകളോ ഭാവിയിലെ അനാവശ്യ ആശങ്കകളോ ഇല്ലാതെ ശാന്തമായി ചിന്തിക്കുമ്പോൾ നമ്മൾ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ കൂടുതൽ വ്യക്തവും കൃത്യവുമായിരിക്കും. അവിടെ ഭയത്തിനൊട്ടും സ്ഥാനമില്ല. ഉള്ളിൽ നിന്ന് ശരിയെന്ന് തോന്നുന്നത് എന്തും ധൈര്യത്തോടെ ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ജീവിതത്തിന് പുതിയൊരു ദിശാബോധം നൽകുകയും ചെയ്യും. ഇതോടെ മനസ്സിൽ കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന അനാവശ്യമായ സമ്മർദ്ദവും അസ്വസ്ഥതകളും പതുക്കെ ഇല്ലാതാകും. വലിയൊരു കാലയളവായി നിങ്ങളെ പിന്നോട്ടു വലിച്ച ഏതോ ഒരു അദൃശ്യചങ്ങല പൊട്ടിച്ചെറിഞ്ഞതുപോലെയുള്ള സ്വാതന്ത്ര്യമാണ് അപ്പോൾ അനുഭവപ്പെടുക. നല്ലൊരു സംഗീതം ആസ്വദിക്കുമ്പോൾ നമ്മൾ ബാഹ്യലോകത്തെക്കുറിച്ച് പൂർണ്ണമായി മറന്നുപോകുന്നതുപോലെ ഈ നിമിഷത്തിൽ ലയിച്ചു ചേരുമ്പോൾ സമയത്തിന്റെ അതിർവരമ്പുകൾ പോലും ഇല്ലാതാകും. ഈ അവസ്ഥ നൽകുന്ന ഒരു വലിയ സമാധാനമുണ്ട്. അത് ലോകത്തിലെ ഒരു സമ്പത്തിനും പ്രശസ്തിക്കും അധികാരത്തിനും നമുക്ക് തരാൻ കഴിയില്ല. ഈ ശാന്തത പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്നതല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണരേണ്ടതാണ്. ചുറ്റുമുള്ള ബഹളങ്ങൾ അടങ്ങുമ്പോൾ മാത്രമാണ് ആന്തരിക ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുക. അത് നമ്മെ യഥാർത്ഥ ജീവിതത്തിലേക്ക് നയിക്കും. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വലിയ പ്രതിസന്ധികളോ കൊടുങ്കാറ്റുകളോ ഉണ്ടായാൽ പോലും ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിച്ച ഒരു മനുഷ്യന് ഒട്ടും പരിഭ്രാന്തി ഉണ്ടാകില്ല. ആ പ്രതിസന്ധിയെ ഭയന്ന് ഓടിയൊളിക്കാതെ അതേ നിമിഷത്തിൽ തന്നെ അതിനെ നേരിടാൻ അവന് കഴിയും. കാരണം അവൻ ആ പ്രശ്നത്തിൽ മുങ്ങിപ്പോകുന്നില്ല, മറിച്ച് അതിനെ വ്യക്തമായി വീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം ഭയത്തെ തിരിച്ചറിഞ്ഞ് അതിനെ ദൂരേക്ക് മാറ്റാൻ അവന് സാധിക്കുന്നു. ഇതാണ് വർത്തമാനകാലത്തിൽ ജീവിക്കുന്നതിന്റെ ഏറ്റവും വലിയ കരുത്ത്. പലപ്പോഴും പ്രശ്നങ്ങൾ ബാഹ്യമായ സാഹചര്യങ്ങൾ കൊണ്ടല്ല, മറിച്ച് നമ്മുടെ സ്വന്തം ചിന്തകൾ കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കും. കഴിഞ്ഞ കാലത്തിന്റെയും ഭാവിയുടെയും കണ്ണടയിലൂടെ നോക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ പോലും വളരെ വലുതായി തോന്നും. എന്നാൽ ഈ നിമിഷത്തിൽ അതിനെ നോക്കിക്കണ്ടാൽ അതിന്റെ ഭാരം കുറയുന്നതായി തോന്നും. ഇത് ജീവിതത്തിന് വലിയൊരു ലഘുത്വം നൽകും. പതുക്കെ പതുക്കെ കഴിഞ്ഞകാലത്തെ ഭയക്കാത്ത, ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടാത്ത ഒരു ഉത്തമ മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ വളരും. ജീവിതം എങ്ങനെ വന്നാലും അതിനെ നേരിടാൻ എനിക്ക് കഴിയും എന്നൊരു ഉറപ്പ് ഉള്ളിൽ ജനിക്കും. ഈയൊരു വിശ്വാസം ഒരു പുസ്തകം വായിച്ചും പഠിക്കാൻ കഴിയില്ല, അത് സ്വന്തം അനുഭവത്തിലൂടെ മാത്രം നേടിയെടുക്കേണ്ട ഒന്നാണ്. ആ അനുഭവത്തിലേക്ക് മറ്റാർക്കും നിങ്ങളെ എത്തിക്കാൻ കഴിയില്ല, അത് സ്വയം തൊട്ടറിയണം. ജീവിതം ഒരു ഒഴുക്കുള്ള നദി പോലെയാണ്. ആ ഒഴുക്കിനൊപ്പം നീന്തുമ്പോൾ എല്ലാം വളരെ ലളിതമായി തോന്നും. എന്നാൽ അതിനെതിരെ നീന്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ തളർന്നുപോകും, വേദനിക്കുകയും ചെയ്യും. ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നാൽ ആ ഒഴുക്കിനൊപ്പം തടസ്സങ്ങളില്ലാതെ, പോരാട്ടങ്ങളില്ലാതെ സുഖമായി മുന്നോട്ടു പോവുക എന്നാണ് അർത്ഥം. ഈ പ്രപഞ്ചം നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനം ഇപ്പോഴുള്ള ഈ നിമിഷം മാത്രമാണ്. ബാക്കിയെല്ലാം ഒന്നുകിൽ കഴിഞ്ഞുപോയി, അല്ലെങ്കിൽ വരാനിരിക്കുന്നു. ഈ സമ്മാനത്തെ അതിന്റെ പൂർണ്ണതയോടെ സ്വീകരിക്കുമ്പോൾ ജീവിതത്തിനൊരു പ്രത്യേക മധുരം കൈവരും. വർത്തമാനകാലത്തിൽ ജീവിക്കാൻ ശീലിച്ചവരെ തകർക്കാൻ ഒരു പ്രതിസന്ധിക്കും കഴിയില്ല. കാരണം യഥാർത്ഥ ശക്തി സാഹചര്യങ്ങളിലല്ല, മറിച്ച് സ്വന്തം ഉള്ളിലാണുള്ളതെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. ഈ തിരിച്ചറിവാണ് ഒരാളെ യഥാർത്ഥത്തിൽ സ്വതന്ത്രനും ജീവസുറ്റവനുമാക്കുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും പതുക്കെ പതുക്കെ നിങ്ങളുടെ മനസ്സിനെ ഈ നിമിഷത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുക. മനസ്സെപ്പോഴെങ്കിലും അലഞ്ഞുതിരിയുമ്പോൾ സ്നേഹത്തോടെ അതിനോട് പറയുക, ഇപ്പോൾ ഇവിടെയെന്ന്. എന്നിട്ട് പതിയെ ഈ നിമിഷത്തിലേക്ക് മടങ്ങിവരിക. ഇതുതന്നെയാണ് യഥാർത്ഥ സാധന, ഇതുതന്നെയാണ് യഥാർത്ഥ ജീവിതം.